ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ ഒരു സാധനം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇതൊരു നൊസ്റ്റാൾജിക് സാധനമാണ് കേട്ടോ. നമ്മുടെ റേഷനിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. അടിപൊളിയായിട്ട് വറുത്തെടുക്കുക. നല്ല സൂപ്പറായിട്ട് പൊട്ടുന്ന രീതിയിൽ ഇങ്ങനെ വറുത്തെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് മിക്സിയിലിട്ടിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പല്ലിന് നല്ല ഹർക്കത്തില്ലവർക്ക് ഇതിങ്ങനെ തന്നെ തിന്നാട്ടാ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പല്ലിന് ബലമില്ലാത്ത ഞാനായതുകൊണ്ട് ഞാനിത് നൈസായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. നമുക്കിനി പൊടിച്ചിട്ട് വരാം. നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിത് പൊടിക്കുമ്പോഴും ഇതിടുന്ന പാത്രവും നല്ലതായി തോർത്തി ഡ്രൈ ആക്കി എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പൊടിച്ചത് മൊത്തം അതിനെ പിടിക്കാൻ മാത്രമേ ഉണ്ടാവൂ. ഒക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് അവിടെ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. പ്രത്യേക അറിയിപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതത്ര വലിയ കാര്യമാണ്, ഇതത്ര വലിയ സംഭവമാണ്. പക്ഷെ ഇതൊന്നും ഇപ്പം ആരും ഉണ്ടാക്കി കഴിക്കാറില്ല. ഉണ്ടെന്ന് പറയിക്കാറുണ്ട് ഇതുണ്ടാക്കി പോയിട്ടുള്ളവരെയാണ് കണ്ടുകൊടുക്കാം. പക്ഷെ അത് ചില ഓർമ്മകളാണ് നമ്മുടെ ചെറുപ്പകാലത്ത്. ഇപ്പം പറഞ്ഞു വന്നത് നമ്മളൊന്നും ഇത് ഉണ്ടാക്കാറില്ല. മുമ്പ് ഉമ്മ എനിക്ക് മഴക്കാലത്താണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റൊന്നും തോന്നുന്നില്ല. ഇപ്പം അതിനെക്കുറിച്ച് ഓർമ്മയാണ്, എന്താ പറയുക, മറക്കാനാവാത്തൊരു ഓർമ്മ. അപ്പം ഞാനിങ്ങനെ എൻ്റെ മകളോട് മഴക്കാലത്ത് ഉമ്മ നമ്മൾക്കൊരു സംഭവമാക്കി തരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്കാക്കിത്തരുമോ ചോദിച്ചു. ഞാനല്ലാതെ പിന്നെ ആര് അല്ലേ? ഉമ്മാമ നമ്മൾക്ക് ഉണ്ടാക്കി തരുന്ന ആ ടേസ്റ്റൊന്നും നമ്മൾ ഉണ്ടാക്കുമ്പം കിട്ടൂല. എന്നാലും നമ്മളെ മക്കൾ പറയുമ്പം നമ്മളത് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവർക്കും കുറേ വലുതാകുമ്പം ഇതൊരു ഓർമ്മയായിരിക്കും. എന്തറിയുന്ന അപ്പം ഇത് കാണുന്നവർ വിചാരിക്കും ഇത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഇത് വലിയൊരു സംഭവം അല്ലെങ്കിലും ചെറുപ്പകാലത്തിൽ നല്ലത്. അപ്പം ഇത് റെഡിയായി. തേങ്ങ പഞ്ചസാര ഉമ്മാമ ഇതാക്കി തന്നാൽ കട്ടൻ കാലത്ത് എന്താ ചേർത്തിട്ട് വെറൈറ്റി ഐറ്റംസൊക്കെ ആക്കി തിന്നാറുണ്ട്. അപ്പം നമുക്കിത് പറഞ്ഞ ആൾക്ക് റെഡി. ഇഷ്ടമായോ? ടേസ്റ്റ് ഇഷ്ടമാണ്. പൊടിയാ ഉള്ള സംസാരിച്ചുകൂടാതെ തിന്നിട്ട് തൊണ്ടയിൽ കയറും. ഗൈസ്, പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയം ഇതും നല്ല ചൂട് സുലൈമാനി. എത്ര പേരങ്ങനെ കഴിച്ചിട്ടുണ്ട്? ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചെറുപ്പകാലത്ത്. ഇപ്പോൾ കുറേ വർഷമായി ഇത് കഴിച്ചിട്ട്. ഓക്കെ, കുറേ കാലം കഴിഞ്ഞാൽ നീയും നിൻ്റെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് ഉമ്മാനെ സ്മരിക്കുക. ഓക്കെ.